ഭഗവാനെ എന്ന് വിളിക്കാത്ത ഒരു ഭക്തനും നമ്മുടെ ഇടയിലില്ല. എന്നാൽ ഭഗവാൻ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയുന്ന എത്ര ഭക്തന്മാരുണ്ട് നമ്മുടെ ഇടയിൽ? അറിയില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോളൂ. ഭ എന്നാൽ ഭൂമി, ഗ എന്നാൽ ഗഗനം, വ എന്നാൽ വായു, ആ എന്നാൽ അഗ്നി, ന എന്നാൽ നീര് അല്ലെങ്കിൽ ജലം. പഞ്ചഭൂതങ്ങൾക്കും അധിപനായവനാണ് ഭഗവാൻ. മനുഷ്യ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ? പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. മനസ്സിനെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ ആത്മാവിനെ ഉണർത്താൻ സാധിക്കുന്നു. അതിലൂടെ മാത്രമേ നാം ആരെന്നുള്ള ബോധമുണരൂ. ജീവിതാന്ത്യത്തിൽ നാം ലയിച്ചു ചേരുന്ന ആ വെളിച്ചമുണ്ടല്ലോ, ദ സുപ്രീം കോൺഷ്യസ്നസ്, അതെന്തെന്ന് തിരിച്ചറിയൂ. ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന ഒരു ഭക്തൻ നടവാതിലിന് മുകളിൽ കണ്ണാടിയിൽ സ്വന്തം പ്രതിഫലനമാണ് ആദ്യം കാണുന്നത്. ഇതിലൂടെ ഭഗവാൻ നമ്മോട് പറയുന്നത് എന്തെന്നാൽ, നീ തന്നെയാണ് ബ്രഹ്മം. ഭഗവാൻ നിന്റെ ഉള്ളിൽ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി.